ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ്ലി അതായത് മുമ്പ് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ബെസ്റ്റാണോ അല്ലെങ്കിൽ അവിടുത്തെ ഫീസ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പൊ എനിക്ക് റിക്വസ്റ്റ് വരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ MBBS എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ബുക്സ് എന്തൊക്കെയാണ്, നല്ല നല്ല യൂട്യൂബ് ചാനൽ ഏതൊക്കെയാണ്, യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേൺ ഫസ്റ്റ് ഇയർ എങ്ങനെയായിരിക്കും വരുന്നത്, ഓരോ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം കുറെ കുട്ടികൾ ചോദിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഫസ്റ്റ് ഇയർ ഒരു MBBS ലൈഫ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പോലും ഒന്നും ആവില്ല. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷങ്ങളും അതുപോലെ തന്നെ കുറെ സ്ട്രെസ്സും കരച്ചിലും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നൊരു വർഷമാണ് ഫസ്റ്റ് ഇയർ. സോ എന്റെ ഒരു ഫസ്റ്റ് ഇയർ ലൈഫിൽ എങ്ങനെയായിരുന്നു, ലൈക്ക് നല്ല നല്ല മൊമെന്റ്സും അതുപോലെ തന്നെ എക്സാം സമയത്തുണ്ടായ കുറെ സങ്കടങ്ങളും എല്ലായിട്ടും ഞാനൊരു വീഡിയോ പിന്നെ ചെയ്യാം. സോ ഈ ഒരു ഫസ്റ്റ് ഇയറിന്റെ കാര്യങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓരോന്നോരോന്നും തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഉപയോഗിച്ച ബുക്സ് ഏതൊക്കെയാണെന്നാണ്. മുമ്പ് ഞാൻ ഫസ്റ്റ് ഇയറിലെ എന്താ പറയാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കുറെ ബുക്സിന്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയില് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ബുക്സ് ഏതൊക്കെയായിരുന്നു, ഓരോ സബ്ജക്റ്റും ഏതൊക്കെയായിരുന്നു എന്ന് നിങ്ങളോട് പറയുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഏറ്റവും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ഉള്ള ബുക്കൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ, അപ്പൊ ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് കൂട്ടത്തിലെ കൊമ്പൻ എന്ന് പറയുന്ന നമ്മുടെ അനാറ്റോമി ഉണ്ടല്ലോ, അനാറ്റോമി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അനാറ്റോമി എന്ന് പറയുമ്പോഴേക്കും നമ്മളെ ഓരോ സ്ട്രക്ചേഴ്സ്, നമ്മുടെ ബോഡിയിലെ ഓരോരോ സ്ട്രക്ചേഴ്സ്, ഇന്റേണൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടുപഠിക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മളെ അനാറ്റോമി എന്ന് പറയുന്നത്. സോ ഈ അനാറ്റോമി എന്ന് പറയുമ്പോൾ കുറെ കാര്യമുണ്ട്. ജസ്റ്റ് ഒരു അനാറ്റോമി അല്ല. അനാറ്റോമി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കുറെ ഡൗൺ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർ ആദ്യം നമുക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജനറൽ അനാറ്റോമി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ജനറൽ അനാറ്റോമി എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിലെ ഓരോ മസിൽസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ ബോഡിയിലെ പല ടൈപ്സ് ഓഫ് ജോയിന്റ്സ് ഏതൊക്കെയാണെന്ന് പറയും, കാർട്ടിലേജസ് ഏതൊക്കെയാണെന്ന് പറയും, നമ്മുടെ ബോഡിയിലെ ബോൺസും കാര്യങ്ങളെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയും. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പൊ നമ്മൾ വലിയൊരു മത്സരത്തിന് പോകാൻ വേണ്ടി പോകുക, ആ മത്സരത്തിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്ക് വരുന്നുണ്ട്. അത് പറഞ്ഞു തരികയാണ് നമ്മൾ ജനറൽ അനാറ്റോമി ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ BD ചൗരസി ആയിരുന്നു. എല്ലാവർക്കും കേട്ട് അറിവുള്ള ഒരു ബുക്ക് തന്നെയാണ് BD ചൗരസി. മെയിൻ ആയിട്ടുള്ള ജോയിന്റ്സ് അതുപോലെ തന്നെ കാർട്ടിലേജ് അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് നമുക്ക് ഈ ഒരു ജനറൽ അനാറ്റോമി എന്നുള്ള ഈ ഒരു ബുക്കിൽ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം ഇതൊക്കെ കുഞ്ഞു സാമ്പിൾ കാര്യങ്ങളാണ്, വലിയ ആൾക്കാർ വരുന്നതേ ഉള്ളൂ. അപ്പം ഇതിന് നമുക്ക് ഈ ഒരു ബുക്കായിരുന്നു യൂസ് ചെയ്തത്. ബുക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു MBBS കയറിയ സമയത്തായിരുന്നല്ലോ നമുക്ക് ജനറൽ അനാറ്റോമി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത്. ആ സമയത്ത് എങ്ങനെ വായിക്കും, എവിടെ തുടങ്ങണം, അതായത് നമുക്ക് ആ സമയത്ത് ഫുൾ ഇങ്ങനെ ഇരുന്ന് വായിക്കും. ആ സമയത്ത് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഇങ്ങനെ വരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തുടക്കത്തിൽ കയറണ സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം, ഇതൊന്നും മനസ്സിലാവത്തില്ല, പുതിയ കാര്യങ്ങൾ. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു കൺഫ്യൂഷൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ തുടങ്ങിയതിന്റെ ഒരു പ്രശ്നമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഓക്കെ ഒരു ബുക്കായിട്ടായിരുന്നു തോന്നിയത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പോകുന്നതാണ് നമ്മുടെ ഓരോ പാർട്ടായിട്ട് പോകും. ലൈക്ക് നമ്മൾ ആദ്യം അപ്പർ ലിംബ് പഠിക്കും, പിന്നെ നമ്മൾ ലോവർ ലിംബ് പഠിക്കും, പിന്നെ നമ്മൾ തൊറാക്സ് പഠിക്കും, പിന്നെ അബ്ഡോമിൻ ആൻഡ് പെൽവിക്സ് പഠിക്കും, അതിനുശേഷം നമ്മൾ ഹെഡ് ആൻഡ് നെക്ക് പഠിക്കും, അതിനുശേഷം ഫൈനലി നമ്മൾ ന്യൂറോ അനാറ്റോമി പഠിക്കും. ഇതിപ്പോ ചിലപ്പോൾ ഓരോ കോളേജിലും അവർ ആദ്യം എടുക്കുന്ന പാർട്ട് ഡിഫറെന്റ് ആയിരിക്കും. മോസ്റ്റ്ലി നമ്മളിപ്പം അപ്പർ ലിംബാണ് ഏറ്റവും എളുപ്പം, അതുകൊണ്ടാണ് എളുപ്പമുള്ള പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഡിഫിക്കൽട്ട് ലെവലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നമ്മുടെ ബുക്സ് നോക്കുകയാണെങ്കിൽ അപ്പർ ലിംബും തൊറാക്സും കൂടി ആയിട്ട് ഒരു ബുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അബ്ഡോമനും ലോവർ ലിംബും ആയിട്ട് ഒരു ബുക്ക് ഉണ്ടാവും, ഹെഡ് ആൻഡ് നെക്കിനായിട്ട് ഒരു ബുക്ക് ഉണ്ടാവും, ന്യൂറോ അനാറ്റോമിക്കായിട്ട് ബുക്ക് ഉണ്ടാവും. അപ്പൊ അതിനുള്ള ബുക്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് വരുന്നത്. അതായത് ഇത് നമ്മുടെ ഹെഡ് ആൻഡ് നെക്ക് ഉണ്ട്, പിന്നെ നമുക്ക് ലോവർ ലിംബ് ആൻഡ് അബ്ഡോമൻ ഉണ്ട്, പിന്നെ നമുക്ക് അപ്പർ ലിംബ് ആൻഡ് തൊറാക്സ് ഉണ്ട്, പിന്നെ അത് നമുക്ക് ന്യൂറോ അനാറ്റമി ഉണ്ട്. ഇതിനു വേണ്ടി ഞാൻ ഫസ്റ്റ് ഇയർ യൂസ് ചെയ്ത ബുക്ക് എന്ന് പറയുന്നത് വിശ്വാം സിംഗ് ആയിരുന്നു യൂസ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഇഷ്ടമില്ലാണ്ടൊരു കല്യാണത്തിന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന പോലെയായിരുന്നു ഞാൻ വിശ്വാം സിംഗ് വായിച്ചത്. കാരണം ഞാനും അതെ MBBS കയറുന്നതിന് മുമ്പ് യൂട്യൂബ് ചാനൽ എടുക്കും. ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെ ബുക്സ് ആണ് നല്ലത്, ഏതൊക്കെ വായിക്കണം. മോസ്റ്റ്ലി കേരളത്തിൽ അങ്ങനെ വീഡിയോസ് ഇടുന്ന ആരും തന്നെ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാം വേറെ സ്റ്റേറ്റില്, തമിഴ്നാടോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ സൈഡ് ആ ഒരു ഇതിന്നൊക്കെ ഉള്ള വീഡിയോസ്. അപ്പൊ എല്ലാവരും കൂടുതലും ബി ഡി ചൗരസിയാണ് പറയുന്നത്. അപ്പൊ ഞാനും അതെ ബി ഡി ചൗരസ്യം മാത്രമേ ഞാൻ വായിക്കത്തുള്ളൂ എന്നൊരു ഇതിലായിരുന്നു ഞാൻ പോയിരുന്നത്. പക്ഷെ നമ്മൾ ഈ കോളേജിൽ തന്നിട്ട് ഈ ഒരു ബുക്ക് വന്ന സമയത്ത് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ബി ഡി ചൗരസ്യം മതി മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഫസ്റ്റ് ഇയറിലെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അനാറ്റോമിയാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ് അനാറ്റോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മേ ബി അതിന് ഞാൻ ഒരു 2 റീസൺ ആണ് കാണുന്നത്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ഞങ്ങളുടെ അനാറ്റോമിയുടെ HOD സാറ് ഡോക്ടർ രാമകൃഷ്ണൻ സാറിന്റെ ഒരു ഇത് തന്നെയാണ്. കാരണം നമ്മുടെ HOD എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിട്ട് ലൈക്, പിന്നെ സാറിന് പേഴ്സണലി നമ്മുടെ ബാച്ചിനോട് കുറച്ചൊരു സ്നേഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ആയപ്പോഴേക്കും നമുക്ക് ക്ലാസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ സബ്ജക്റ്റിനോട് ഇഷ്ടമുണ്ടായി. പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടി ഒരു ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. കാരണം നമ്മളൊരു ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മളെ മടുപ്പിക്കരുത്. ഒരു നല്ലൊരു ബുക്കിന്റെ ക്വാളിറ്റി ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതായത് ആ ബുക്ക് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ബോറടിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തു. മോസ്റ്റ്ലി നമ്മൾ വിശ്വാം സിംഗ് വായിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും അതായത് ഭയങ്കര ഈസി ആയിട്ടാണ് അതിലെ ഓരോ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് മാത്രം ഭയങ്കര വാരി വലിച്ചെഴുതാണ്ട് വേണ്ട പോയിന്റ്, വേണ്ട കാര്യങ്ങൾ കുഞ്ഞു ഈസി ആയിട്ട് നമുക്ക് എഴുതിയിട്ടുണ്ട്. ഓരോ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല കുറെ നല്ല ഡയഗ്രാംസ് ഉണ്ട്. ഈ ഒരു ഇതിൽ എനിക്ക് വിശ്വാം സിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബുക്കാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കേട്ടിട്ട് പോയി വിശ്വാം മേടിക്കണം എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ ലൈബ്രറി ഉണ്ടാവും. അവിടെ ചെന്നിട്ട് വിശ്വാം എടുക്കുക, വായിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ശരിയാ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, എങ്കിൽ എടുക്കുക. അതല്ലെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കുറെ വേറെ ബുക്സ് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അനാറ്റോമി എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ പേടിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാ. അപ്പൊ നിങ്ങൾ ഓർക്കുന്നേ ഇത്രയും കാര്യങ്ങൾ തീർന്നു? ഇല്ല. ഇനിയാണ് അടുത്ത ആള് വരാൻ പോകുന്നത് ഹിസ്റ്റോളജി എന്ന് പറഞ്ഞിട്ട്. ഹിസ്റ്റോളജി എന്ന് പറയുമ്പോഴേക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ സ്ലൈഡ് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു 120 അത്രയും കണ്ട് സ്ലൈഡ് ഉണ്ട്. ആ സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരമ്മ വെറ്റ മക്കളെ പോലെ ഇരിക്കും. നമ്മളത് നോക്കിയിട്ട് കണ്ടുപിടിച്ച് എഴുതണം, അതിന്റെ ഫീച്ചേഴ്സ് എഴുതണം. അപ്പൊ അതൊക്കെ വരുന്നതാണ് നമ്മുടെ ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്റ്റോളജിക്ക് വേണ്ടി നമ്മുടെ കോളേജിന് തന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ ക്ലാസ്സിൽ ഇപ്പം പറയാണ് നാളെ ഹിസ്റ്റോളജി ക്ലാസ് ഉണ്ട്, ബുക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ കൊണ്ടുപോകത്തുള്ളായിരുന്നു. അല്ല, ഞാനത് വായിച്ചിട്ടില്ല. കാരണം പഠിക്കുന്ന ഫാക്കൽറ്റീസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം PG ലെവലാണ്, നിങ്ങൾക്ക് അത്രയും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. കാരണം ഹിസ്റ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പാർട്ടല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മറ്റു പാർട്ടാണ്. കാരണം വേറെ പാർട്ടും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ എല്ലാം കൂടെ ആകുമ്പോൾ തലയിൽ പൊട്ടിത്തെറിക്കണ ഒരു ലെവലിൽ ഫില്ലായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തില് നമ്മൾ PG ലെവലിൽ ഇപ്പോഴേ നമ്മൾ പഠിക്കേണ്ട ആവശ്യം നമുക്ക് ഹിസ്റ്റോളജി വരുന്നില്ല. സോ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹിസ്റ്റോളജി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ സ്ലൈഡാണ്, അതായത് HRD സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മളൊരു സ്ലൈഡ് ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ ആ സ്ലൈഡ് നമ്മൾ നോക്കുന്നു. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആ സ്ലൈഡ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുന്നു. നമ്മൾ ആ സ്ലൈഡിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിച്ച ഫീച്ചേഴ്സ് 2 സെന്റൻസ് അത് മതി. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം ആയാലും കൂടി വന്നാൽ 4 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക്. അതിനായാലും ആ 2 ഡയഗ്രാം വരച്ചിട്ട് ഡയഗ്രവും അതിൽ മെയിൻ കുറച്ച് പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ ധാരാളമായിരുന്നു. സോ ആ ഒരു പാർട്ടിനായിട്ട് ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ IB സിംഗിന്റെ ഹിസ്റ്റോളജിയുടെ ഒരു ബുക്കായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. അപ്പൊ അതിന്റെ PDF ആയിരുന്നു. കാരണം ഓൾറെഡി ഇതിന് പൈസ കൊടുത്ത് വെറുതെ ആയി, ഇനിയിപ്പോ വീണ്ടും പൈസ കൊടുക്കാൻ വരാത്തതുകൊണ്ട് ഞാൻ PDF ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിന്റെ കൂട്ടത്തില് നമ്മുടെ പ്രാക്ടിക്കലിന്റെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഹിസ്റ്റോളജിയിലെ ഇതുപോലത്തെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതായത് ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു സ്ലൈഡ് ഉണ്ടാവും, വേറൊരു ഭാഗത്ത് നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ എക്സാമിന്റെ പർപ്പസിന് വേണ്ടി ഇത് തന്നെ ധാരാളമായിരുന്നു. പ്ലസ് അഡീഷണൽ ആയിട്ട് നമുക്ക് IB സിംഗിന്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ PDF ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമായിരിക്കും. ഇനി വരുന്നതാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്. നമുക്ക് കോളേജിൽ തന്നൊരു ബുക്ക് ഉണ്ട്, അതും ഭയങ്കര വാസ്റ്റ് ആയിരുന്നു. സോ അത് ഞാൻ അത്രയും നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിലെ തുടക്കത്തിലെ കുറച്ച് ടോപ്പിക്സ്, അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ കുറച്ച് ടോപ്പിക്സ് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IB സിംഗിന്റെ എംബ്രിയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ഈ PDF ആയിട്ട് വെച്ചിരുന്നായിരുന്നു നോക്കിയിരുന്നത്. അതും ഒത്തിരി ഞാൻ ഫോക്കസ് ചെയ്തില്ല. ടു ബി ഹോണസ്റ്റ്, ഞാൻ ഒത്തിരി ഫോക്കസ് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടെ എംബ്രിയോളജിയുടെ നോട്ട്സ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു, സൂപ്പർ നോട്ട്സ് ആയിരുന്നു. ഞങ്ങളുടെ
നമ്മുടെ HOD സാറായിരുന്നു നമുക്ക് എംബ്രിയോളജി എടുത്തത്. അതുകൊണ്ട് തന്നെ സാറിന് അറിയാം ഏത് പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ്, ഏത് പോയിന്റ്സ് എഴുതിയാലേ മാർക്ക് ഉള്ളതെന്ന്. സോ അതുകൊണ്ട് തന്നെ സാറ് കുറെ PPTs നമുക്ക് അയച്ചു തരും. അതൊരു 25 പേജോ അങ്ങനത്തെ കാര്യത്തുള്ളൂ. പക്ഷെ അപ്പൊ അതിൽ വേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും, നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനേക്കാളും. അതുകൊണ്ട് ഇത് തന്നെയായിരുന്നു ഞാൻ കൂടുതലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതല്ല, നിങ്ങൾക്ക് ഒരു എംബ്രിയോളജി നിങ്ങൾ നോക്കണമെങ്കിൽ IB സിംഗ് നല്ലതാണ്. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്റ്റിയോളജി ആണ്. ഓസ്റ്റിയോളജി കൂടുതലായിട്ട് നമ്മുടെ ഡിസെക്ഷൻ അവറിലാണ് കൂടുതൽ നമുക്ക് ഓസ്റ്റിയോളജി നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. അതായത് നമ്മുടെ കെഡാവറിൽ ഡിസെക്ട് ചെയ്ത് പഠിക്കും, പ്ലസ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഹ്യൂമൻ സ്കെൽട്ടൻ ഉണ്ടാവും. അതിൽ വെച്ച് നമ്മൾ ഓരോ ബോൺസ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമുക്കൊരു തീം ഡിസെക്ടർ എന്ന് പറഞ്ഞൊരു ബുക്കായിരുന്നു ഇതായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വിശ്രാം സിംഗിന്റെ തന്നെയായിരുന്നു. ഇതുപോലെ 3 ഉണ്ടായിരുന്നു. ഇതുപോലെ 3 ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള പോലെയല്ല നമ്മൾ ഓരോ ഇൻസിഷൻ ഇടുന്നത്, അത് കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ട്. സോ അത് പറഞ്ഞു തരാണ്. പ്ലസ് അതിന്റെ കൂട്ടത്തില് ഓരോ ബോണിലെ ഓരോ പാർട്സും കാര്യങ്ങളും അതിൽ ഒറിജിൻ ചെയ്യുന്ന, അതിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഏതൊക്കെ മസിൽസ് ആണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. സോ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബോണും എല്ലാം നമുക്ക് ഉണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ലോവർ ലിംബിലെ പാർട്ടാണ് ഉണ്ടായിരുന്നത്. അടുത്തതാണ് നമ്മുടെ റേഡിയോളജി എന്ന് പറയുന്നത്. റേഡിയോളജി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ പാർട്ടായിട്ടായിരിക്കും നമുക്ക് റേഡിയോളജി വരുന്നത്. അതായത് ഏതെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും എക്സ്റേ കാര്യങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് എന്തൊക്കെയാണ് കാണുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ഷോൾഡറിന്റെ ഈ ഭാഗത്താണെങ്കിൽ ഇവിടെ നമുക്ക് ഹ്യൂമറസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് സ്കാപ്പുല കാണാം, അങ്ങനത്തെ കുറച്ചുള്ള ബോൺസും കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ്, ക്ലാവിക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെ ജസ്റ്റ് അവരോട് പറഞ്ഞു, അതൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയും അതോടൊപ്പം തന്നെ നമുക്ക് സർഫസ് അനാറ്റോമി എന്ന് പറഞ്ഞിട്ടു പാർട്ട് ഉണ്ടായിരുന്നു. സർഫസ് അനാറ്റോമി എന്ന് പറഞ്ഞത് ഇത് പ്രാക്ടിക്കൽ ആയിട്ട് വരുന്നതാണ്. അതായത് നമുക്കൊരു കെഡാവർ തന്നിട്ട് ആദ്യം ഒരു ഹാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള എക്സ്റ്റേണൽ ആയിട്ട് ഏത് പോയിന്റ് ഫസ്റ്റ് ഇടണം, അതായത് നമ്മൾ അടുത്ത പണി ഈ ഒരു പോയിന്റ് ഫുള്ള് നമ്മൾ കവർ ചെയ്യുമ്പോഴേക്കും നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഹാർട്ടിന്റെ എക്സ്റ്റേണൽ സർഫസ് കിട്ടും. അതുപോലെ തന്നെ ഈവൻ ഒരു ആർട്ടറി ഉണ്ടാവും, നെർവ്സ് ഉണ്ടായിരിക്കും, മസിൽസ് ഉണ്ടായിരിക്കും, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് സർഫസ് അനാറ്റോമി. സർഫസ് അനാറ്റോമിക്കും റേഡിയോളജിക്കും വേണ്ടിയായിട്ട് നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനി എന്ന് പറഞ്ഞൊരു മാമിന്റെ നമുക്കൊരു ബുക്കായിരുന്നു. അത് ഈ ഇതുപോലത്തെ ഒരു ചെറിയ ബുക്കാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ സർഫസ് അനാറ്റോമി മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞ തീം ഡിസെക്ടർ ആയാലും ജനറൽ അനാറ്റോമി ആയാലും സർഫസ് അനാറ്റോമി ആൻഡ് റേഡിയോളജിക്കൽ അനാറ്റോമി ആയാലും ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും തലപുകുഞ്ഞ് ഏത് ബുക്ക് വേണമെന്ന് ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള മേജർ ആയിട്ടുള്ള ടോപ്പിക്സ് അതിൽ നിങ്ങൾ ബെസ്റ്റ് ബുക്ക് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഫിസിയോളജിക്ക് വേണ്ടി യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ GK പാലിന്റെ ഫിസിയോളജിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ 2 വോളിയം ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഒറ്റ വോളിയത്തിൽ വരുന്ന ഇതാണ് മേടിച്ചത്. അപ്പം ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കോളേജിൽ ചേരുന്നതിന് മുമ്പ് കുറെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും കണ്ടിട്ട് ഡയറ്റിനൊക്കെ പഠിക്കണമെന്ന് ഓർത്തിട്ട് അത്രയും ഇന്റർനാഷണൽ ലെവലിൽ പഠിക്കണമെന്നൊക്കെ ഓർത്തിട്ട് പോയ കുട്ടിയാ. അത് ജസ്റ്റ് വായിച്ചു തുടങ്ങിയ സമയത്ത് നമുക്ക് അത്രയ്ക്കും പറ്റുന്നില്ല എന്ന് തോന്നിയോണ്ട് അത് നമുക്ക് മാറ്റി വെക്കാൻ ഓർത്തു. പിന്നെ നമ്മുടെ കോളേജിൽ നിന്ന് ആ ഒരു വർഷം നമുക്ക് റെക്കമെൻഡ് ചെയ്ത ബുക്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദു പുരാണ എന്ന് പറഞ്ഞൊരു ബുക്കായിരുന്നു. ആ ഒരു ബുക്കിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബാച്ചിലെ കുറെ കുട്ടികൾ ഹിന്ദു പുരാണയായിരുന്നു മേടിച്ചത്. പക്ഷെ അവർക്ക് ആർക്കും അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. വേറെ കോളേജിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ പറഞ്ഞു ഗീത നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഗീതയുടെ PDF എടുത്ത് നോക്കിയപ്പോഴേക്കും അതും ഭയങ്കര സിമ്പിൾ ആയി പോയി. എനിക്ക് വന്നതെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഹൈ ലെവൽ വേണ്ട, ഭയങ്കര സിമ്പിൾ ആവണ്ട, ഒരു മീഡിയം നിൽക്കണമെന്ന് ഓർത്തു. അപ്പൊ പിന്നെ ഞാൻ കുറെ നോക്കിയപ്പോഴേക്കും GK പാല് നല്ല ബുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ GK പാല് ഓർഡർ ചെയ്യായിരുന്നു. അതിനുശേഷം ഞാൻ വായിച്ചപ്പോ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജില് ഫിസിയോളജിക്ക് നമുക്ക് ഫാക്കൾട്ടീസ് കുറെ PPTs നമുക്ക് തരുമായിരുന്നു. ആ ഒരു നോട്ട്സ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. എല്ലാ പോർഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഹെമറ്റോളജി ഉണ്ടായിരുന്നു, കാർഡിയോവാസ്കുലർ, റെസ്പിറേറ്ററി, അങ്ങനെ എല്ലാ സിസ്റ്റം ഉൾപ്പെടെ എല്ലാം കൂടെ ആയിട്ട് എല്ലാത്തിനും, അതായത് ഓരോ സിസ്റ്റത്തിലും ഓരോ ടോപ്പിക്സിൽ എല്ലാത്തിനും നമുക്ക് PPT പ്രൊവൈഡ് ചെയ്യായിരുന്നു. അതെന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗൈറ്റൻ, ഗ്യാനോൺ, GK പാല്, അതുപോലെ തന്നെ ഗീത, അങ്ങനെ എല്ലാം, അതായത് മെയിൻ ബുക്സ് ആയിട്ടുള്ള എല്ലാത്തിൽ നിന്നും റെഫർ ചെയ്ത് നമ്മുടെ ഫാക്കൽറ്റീസ് പ്രിപ്പയർ ചെയ്ത PPT. സോ അത് വായിക്കുമ്പോൾ തന്നെ എക്സാമിനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാനൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ ഒരു GK പാലും കൂടെ വായിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ കൂടുതലായിട്ടും അവരുടെ PPT തന്നെയായിരുന്നു. കാരണം അത് തന്നെ നമുക്ക്
എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം പ്രിപ്പറേഷന്റെ സമയത്ത് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു ആ ഒരു പാട്ട് എന്ന് പറയുന്നത്. അതുപോലെയാണ് നമ്മുടെ ബാച്ചിൽ വേറെ കുട്ടികൾ GK പാല് വെച്ച് തന്നെ അത് പഠിച്ചത്. അതായത് GK പാലും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു PPT കാര്യങ്ങൾ നോക്കി രണ്ടും കൂടെ റെഫർ ചെയ്ത് പഠിച്ചിട്ടുള്ളവരും ഉണ്ടായിരുന്നു. സോ നമ്മൾ ഈ ഒരു രണ്ട് കോമ്പിനേഷൻ കൂടെ ആയിരുന്നു പെർഫെക്റ്റ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇയർ. ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ പോർഷൻസ് തീരാത്തോണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ ചില ടോപ്പിക്സ് നമുക്ക് സെൽഫ് സ്റ്റഡി ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ സെൽഫ് സ്റ്റഡി ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ എടുത്ത് വായിക്കുമ്പോഴേക്കും GK പാല് ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ എക്സാമിന്റെ സമയത്ത് ലാസ്റ്റ് നിമിഷമാണ് ആ ഒരു ടോപ്പിക് ഫ്രഷ് ആയിട്ട് നോക്കുന്നെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ നോർമൽ ആയിട്ടുള്ള ഇംഗ്ലീഷിലും നമുക്ക് വായിച്ചാൽ മനസ്സിലാവാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ നല്ല ഡയഗ്രാംസും ഫ്ലോ ചാർട്ട് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടായിരുന്നു നമുക്കിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് GK പാല് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഫൈനൽ ആയിട്ട് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്, ഈ ഒരു ബയോ കെമിസ്ട്രിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്ത ബുക്ക് എന്ന് പറയുന്നത് വാസുദേവൻ ആയിരുന്നു. മോസ്റ്റ്ലി വാസുദേവൻ തന്നെയാണ് മിക്ക കോളേജുകളിലും യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു സത്യനാരായണനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു വാസുദേവൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബുക്ക് കൊണ്ട് എനിക്ക് എങ്ങനെയായിരുന്നു തോന്നിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ എന്റെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് അത്രമേൽ താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ആ ഒരു സബ്ജക്റ്റിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ടെസ്റ്റ് വായിക്കുമ്പോഴും ഭയങ്കര ബോർ അടിക്കുമായിരുന്നു. അത് എനിക്ക് മാത്രമാണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ബയോകെമിസ്ട്രി ഭയങ്കര വാസ്റ്റ് ആണ്. അപ്പൊ കുറെ സൈക്കിൾസും കാര്യങ്ങളും കുറെ പഠിക്കാനുണ്ട്, കുറെ പാത്വേ എന്ന് പറഞ്ഞിട്ട് കുറെ ഉണ്ട്, കുറെ നമ്മൾ കാണാതെ പഠിക്കേണ്ട, കുറെ ഓരോ സ്റ്റെപ്സ് നമ്മൾ കാണാതെ പഠിക്കണം. അപ്പൊ അതൊക്കെ ആകുമ്പോൾ എനിക്ക് തലയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് കയറുമായിരുന്നു. പിന്നെ സംഭവം സിമ്പിൾ ലാംഗ്വേജ് ആണ്, പക്ഷെ ഇതിലെ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കണം. അല്ലാണ്ട് ഇതിലങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയിന്റ് ആയിട്ട് അങ്ങനെ ഇല്ല. കൂടുതലായിട്ട് നമ്മൾ വായിച്ചിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കണം. കണ്ട, ഇതുപോലെ നമ്മൾ വായിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കണം. അപ്പൊ അത് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ബയോ കെമിസ്ട്രിയിൽ നമ്മുടെ HOD സാറ് നമുക്ക് ഇതിലെ മെയിൻ ടോപ്പിക്സ് നമ്മൾ പഠിപ്പിക്കുന്നതല്ല. അതായത് എക്സാമിന് ലോങ് എസ്സേ വരുന്ന ടോപ്പിക്സ് മൊത്തം നമ്മുടെ HOD സാറായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്. അപ്പൊ സാറ് പഠിപ്പിക്കുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ബുക്ക് സാറ് തന്നെ പറയും, നിങ്ങൾ ഫുള്ള് വായിക്കണമെന്നില്ല, ഞാൻ സാറ് നല്ല അടിപൊളി നോട്ട് തരും. അപ്പൊ അത് സാറ് തരും, അത് തന്നെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതൊക്കെ മിനറൽസ് അങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും, അതിനൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ ഇരുന്ന് വായിക്കേണ്ടി വരും, അതേ ഉള്ളൂ. അത് എനിക്ക് ഈ സബ്ജക്റ്റിന്റെ തന്നെ ഇതാണ്. അതിപ്പം അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ലാസ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും സിസറോണ് ഉണ്ടാവണം. അതായത് ഇതിലെന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്ലസ് ഓരോ ടോപ്പിക്സിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള, അതായത് ഓൾറെഡി വന്നിട്ടുള്ളതും എന്നാൽ ഇനി വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും. സോ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്സ് കവർ ചെയ്താൽ തന്നെ 100% നിങ്ങൾ പാസ് ആവും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ അത് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ബുക്ക് എന്ന് പറയാൻ നിങ്ങളെ കയ്യിലിരിക്കണം. അപ്പൊ ഇത് ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു, സിസറോൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു ബുക്ക് നിങ്ങൾ മേടിച്ച് വെക്കാൻ വേണ്ടി നോക്കുക. അതും ലേറ്റസ്റ്റ് ആയിട്ട് മേടിക്കണം, കാരണം നിങ്ങളുടെ എക്സാം പാറ്റേൺ ഫസ്റ്റ് ഇയറിലെ എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. സോ അതനുസരിച്ചിട്ടുള്ള സിസറോൺ തന്നെ മേടിക്കണം. അപ്പൊ എന്താണ് പുതിയ വേരിയേഷൻ, അതായത് ഫസ്റ്റ് ഇയറിലെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് മാറിയിട്ടുണ്ട്. അപ്പൊ ആ എക്സാം പാറ്റേൺ വന്ന എന്തൊക്കെ മാറ്റങ്ങളാണ്, ആ ഒരു യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നും, അത് മാത്രമല്ല ഓരോ വർഷത്തിലെ ഓരോ സബ്ജക്ട് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതായത് നിങ്ങൾ ഈ 80%, 100% അതൊന്നും അല്ല ഞാൻ പറയുന്നത്, എങ്ങനെ പഠിക്കണം. പ്ലസ് ഒരു എക്സാമിന് വേണ്ടി ഒരു എക്സാമിനറിന് നിങ്ങൾ ആൻസർ ഷീറ്റ് കാണുമ്പോൾ മാർക്ക് ഇടാൻ വേണ്ടി തോന്നുന്ന രീതിയിൽ എങ്ങനെ അത് പ്രസന്റ് ചെയ്തിരിക്കണം. അത് മാത്രമല്ല നല്ല നല്ല യൂട്യൂബ് ചാനൽ ഏതൊക്കെയാണ് അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പൊ തൽക്കാലം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ.